ഇന്ന് ഇവിടെ പൊതിച്ചോറാണ് ട്ടോ ഉണ്ടാക്കണത്. പൊതിച്ചോറിനുള്ള തേങ്ങാ ചമ്മന്തി ആദ്യം തന്നെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്തത് ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് പൊതിച്ചോറ് കഴിക്കാൻ തോന്നുമ്പോഴൊക്കെ ഞങ്ങൾ ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ 10 മണിക്ക് തന്നെ എല്ലാം റെഡി ആക്കിയിട്ട് പൊതിഞ്ഞ് വെക്കും. അപ്പോഴാണ് നമ്മൾ കഴിക്കാൻ നേരത്തെ ആ ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി ഇവിടെ റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഓംലേറ്റ് ഉണ്ടാക്കാനുള്ളതൊക്കെ റെഡി ആക്കി വെക്കാം. സവാള കുഞ്ഞിതൊക്കെ അരിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ പച്ചമുളക് കുഞ്ഞിതൊക്കെ അരിഞ്ഞിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ട് 3 കോഴിമുട്ട പൊട്ടിച്ചിടുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് അത് നമുക്ക് റെഡിയാക്കാം കേട്ടോ. പിന്നെ പൊതിച്ചോറിന് തേങ്ങാ ചമ്മന്തിയും ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടിയും ഓംലേറ്റും നാരങ്ങാച്ചാറാണ് കേട്ടോ ഉള്ളത്. നമ്മൾ പെട്ടെന്ന് ഉണ്ടായൊരു പൂതിയാണ്, അതുകൊണ്ട് പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. വീട്ടിലുള്ളത് വെച്ചിട്ടാണ് കേട്ടോ പൊതിച്ചോറ് ഉണ്ടാക്കണത്. പിന്നെ ഓംലേറ്റ് എപ്പോൾ പൊരിച്ചാലും എൻ്റെ അത് പൊട്ടി പാളിസാവാറാണ് കേട്ടോ ചെയ്യാറ്. എപ്പോഴും കറക്റ്റിന് വട്ടത്തിൽ വരില്ല. അത് വരികയാണെങ്കിൽ അത് മറിച്ചിടുമ്പോൾ 2-3 കഷ്ണങ്ങളൊക്കെ ആവും കേട്ടോ. അപ്പോൾ നമ്മളതൊരു ചോറ്, മെഴുക്ക് പുരട്ടി, തേങ്ങാ ചമ്മന്തി, കോഴിമുട്ട, നാരങ്ങാച്ചാറൊക്കെ റെഡിയാക്കി ടേബിളിൽ കൊടുന്ന് വെച്ചിട്ടുണ്ട്. വാഴയില ജസ്റ്റ് ഒന്ന് വാട്ടി എടുത്തിട്ട് നമ്മളുടെ ടേബിളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി പൊതിച്ചോറ് കിട്ടണത് കണ്ടാലോ. അപ്പോൾ അത് ആദ്യം ചോറിട്ടു. ഓരോരുത്തർക്കുള്ള അനുസരിച്ചിട്ടാട്ടാ ഒന്നാണ് ചോറിടുന്നത്. അപ്പോൾ ചോറിട്ട് മെഴുക്ക് പുരട്ടി വെച്ച് തേങ്ങാ ചമ്മന്തി ഇട്ട് കുറച്ച് തോനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുറച്ച് വലിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവർക്ക്